ഫ്യൂച്ചർ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അതൊരു റെവല്യൂഷണറി സ്റ്റെപ്പായിരുന്നു കൊച്ചിയിലെ. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീകൃഷ്ണ കോളേജിന്റെ സഹായവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഏറെ നാളായി കോളേജിന്റെ ആവശ്യമായിരുന്ന സോളാർ എനർജി പ്ലാന്റ് എന്ന ആഗ്രഹം ഇതോടെ യാഥാർത്ഥ്യമാക്കി. 15 kV പ്ലാന്റ് കോളേജിൽ സ്ഥാപിച്ചു. പ്ലാന്റിന്റെ ഉദ്ഘാടനം MA യൂസഫ് അലി നിർവഹിച്ചു. സംസ്കൃത ശ്ലോകം ചൊല്ലിയും ഗീതയുടെ സാരാംശം ചൂണ്ടിക്കാട്ടിയും അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ പറഞ്ഞും വിദ്യാർത്ഥികളുമായി MA യൂസഫ് അലി നടത്തിയ ചർച്ച ഏറെ ആകർഷകമായിരുന്നു. ഹത്വാ മാ പ്രാപ്സാസി സ്വർഗേ ജിത്വാ മാ ഭോഷാസി മഹി തസ്മാദുദ്ദിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃപനിശ്ചയാ അവജാനന്തി മാം മൂഢാ മാനുഷം തനുആശ്രിതം പരം ഭാവമജാനന്ദ മാമഭൂത മഹേശ്വരം ഏകം സദുവിപ്രാ ബഹുധാ വദന്തി. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒന്നിലേക്കാണ്. മുസ്ലിം വിശ്വാസികൾ പറയുന്നു റബ്ബുൽ ആലമീൻ, ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ് ദൈവമാണ്. അത് തന്നെയാണ് പറയുന്നത്. ഏകം സദുവിപ്രാ ബഹുധാ വദന്തി. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒന്നിലേക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിശ്വാസികളാണ്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമധേയത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആയതുകൊണ്ട് നാം അധ്യാപകരെ ബഹുമാനിക്കുന്നവരും രാജ്യത്തെ സ്നേഹിക്കുന്ന കാര്യമാണ് ഭഗവാൻ കൃഷ്ണൻ ആദ്യം പറഞ്ഞ അത്വാമാ പ്രാപ്സാസീർ സ്വർഗേ ജിത്വാമാ ഭോഷാസി മഹി തസ്മാത് ഉദ്ദിഷ്ട കൗന്ദേയ യുദ്ധായ കൃപനിശ്ചയ. സ്വന്തം ധർമ്മം സംസ്ഥാപിക്കാൻ വേണ്ടി, രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധം നീ വിജയിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ സർവ്വസുഖങ്ങളും നിനക്ക് കിട്ടും. പക്ഷേ നീ മരണപ്പെടുകയാണെങ്കിൽ അത്വാമാ പ്രാപ്സാസി സ്വർഗേ, നിനക്ക് സ്വർഗം കിട്ടും. അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത്. ഷേക്സ്പിയർ എന്താണ് ലോകത്തോട് പറഞ്ഞത്? ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈയിങ് നത്തിങ്. അന്തസ്സാരശൂന്യമായൊരു വിഡ്ഢി പറഞ്ഞ കഥയാണ് ഈ ജീവിതം. അതിനെപ്പറ്റിയൊക്കെ വിശകലനം ചെയ്തിട്ട് മഹാന്മാരായ വിക്ടർ ഹ്യൂഗോ, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ഫിലോസഫേഴ്സ്, അരിസ്റ്റോട്ടിലും പ്ലാറ്റോവും, അങ്ങനെ അവരൊക്കെ അതിനെ വിശകലനം ചെയ്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഭരണാധികാരികളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിലും ജീവിതത്തിലും ഉപകാരപ്രദമാകും. അതാണ് സാന്ദർഭികമായി എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. നിങ്ങൾ പഠിച്ച് വളർന്ന് നല്ലവരാകുക, നല്ല കുട്ടികളാകുക, ഗുരുജനങ്ങളെ ബഹുമാനിക്കുന്നവരാകുക, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാകുക, രാജ്യസ്നേഹികളായി മാറുക, രാജ്യത്തോട് സ്നേഹം പുലർത്തുക, പഠിച്ച സ്ഥാപനത്തോട് സ്നേഹവും അടുപ്പവും പുലർത്തുക. ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുകൂടി ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ നിരവധി ചോദ്യങ്ങൾക്ക് യൂസഫ് അലി പ്രത്യേകം മറുപടി നൽകി. യുവതലമുറയുടെ ബിസിനസ് ആശയങ്ങളും കേരളത്തിലെ IT മേഖലയിലെ നവീന സാധ്യതകളും വരെ ചർച്ചയായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളോട് MA യൂസഫ് അലി പങ്കുവച്ചു. കാലത്തിനൊപ്പം അപ്ഡേറ്റ് ആവുക എന്നത് പ്രധാനമാണ്, പ്രത്യേകിച്ച് AI സജീവമാകുന്ന സാഹചര്യത്തിൽ. പുതിയ സാധ്യതകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുറക്കുന്നത്. യുവതലമുറയ്ക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലെ ലുലുവിന്റെ ട്വിൻ ടവറുകൾ ഏറ്റവും മികച്ച സൗകര്യങ്ങളിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മികച്ച അന്താരാഷ്ട്ര കമ്പനികൾ കേരളത്തിലേക്ക് എത്താൻ ഇത് വഴി തുറക്കുകയാണ്. ഏറെ വെല്ലുവിളി നിറഞ്ഞതായിട്ടും കേരളത്തിൽ ഷോപ്പിംഗ് മാൾ തുടങ്ങാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്നായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിയുടെ ചോദ്യം. പലരും എതിരഭിപ്രായം പറഞ്ഞുവെങ്കിലും സ്വന്തം നാടിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് അങ്ങനെയൊരു തീരുമാനം ആവശ്യമായിരുന്നു. ഇടപ്പള്ളിയിലെ മാളിന് ചുറ്റും നഗരം കൂടുതൽ വളർന്നു. തന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. MA യൂസഫ് അലി കൂട്ടിച്ചേർത്തു. ഞാൻ ഫ്യൂച്ചർ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അതൊരു റെവല്യൂഷണറി സ്റ്റെപ്പായിരുന്നു കൊച്ചിയിലെ. നമ്മളൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സെറ്റ് ബാക്ക്സ്, ഫെയിലിയേഴ്സൊക്കെ നേരിടേണ്ടി വരും. ആ ഒരു ഫെയിലിയേഴ്സിനൊക്കെ സാറ് മറികടന്നുകൊണ്ട് മുന്നോട്ട് ലീഡ് ചെയ്യാൻ സാധിച്ച ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കീ പോയിന്റ് എന്താണെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യണം. നമ്മൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ അത് 100% വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ
സാന്ദർഭികവശാൽ ഏതെങ്കിലും നിലയ്ക്ക് അതിനൊരു ഫെയിലിയർ വന്നാൽ അത് നേരിടാനുള്ള കരുത്ത് വേണം. ആ കരുത്ത് വേണമെങ്കിൽ മുൻകൂട്ടി നമ്മളത് നിശ്ചയിച്ച് വയ്ക്കണം. ഒരു പക്ഷേ ഈ പ്രൊജക്റ്റ് വിജയിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും നഷ്ടം, ആ നഷ്ടം നമ്മൾ എങ്ങനെ താങ്ങും, അത് താങ്ങാനുള്ള വിദ്യ എന്താണ് എന്ന് ആദ്യം മനസ്സിൽ കരുതി വെച്ച് ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ അതിൽ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ അപ്സെറ്റ് ആവില്ല, നമ്മൾ വിഷമിക്കില്ല. ഞാൻ എപ്പോഴും അതാണ് ചെയ്യാറ്. വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കുട്ടികൾക്ക് സ്വന്തം നാട്ടിൽ മികച്ച അവസരങ്ങൾ ഒരുങ്ങണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ദീർഘനാളായുള്ള ആവശ്യമാണ് ശ്രീകൃഷ്ണ കോളേജിൽ യാഥാർത്ഥ്യമായത്. MA യൂസഫ് അലിയുടെ സഹായം കോളേജിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തു പകരുന്നതാണെന്നും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നാളുകളായുള്ള ആവശ്യമാണ് സഫലമായതെന്നും ഏറെ നന്ദിയുണ്ടെന്നും പ്രിൻസിപ്പൽ PS ജോയ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ സോളാർ പ്ലാന്റ് ലുലു ഗ്രൂപ്പിൻ്റെയും അതുപോലെ യൂസഫ് അലി സാറിൻ്റെയും ശ്രീകൃഷ്ണ കോളേജിനുള്ള ഒരു പിറന്നാൾ സമ്മാനമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ കോളേജുകളിൽ ഒന്നുകൂടിയാണ് ശ്രീകൃഷ്ണ കോളേജ്. NSE അംഗീകാരവും A ഗ്രേഡ് റാങ്കുമുണ്ട് കോളേജിന്. കോളേജിന്റെ ആധുനികവൽക്കരണത്തിന് ഏറെ കൈത്താങ്ങാകുന്നത് കൂടിയാണ് ഈ ചുവടുവയ്പ്. കോളേജ് അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജനുവരിയിലാണ് പ്ലാന്റ് നിർമ്മിക്കാനുള്ള സഹായം MA യൂസഫ് അലി നൽകിയത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ PSV ജോയ്, അധ്യാപകൻ IQAC കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജ VN, NAC കോർഡിനേറ്റർ ഡോക്ടർ രാജേഷ് മാധവൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി.